ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. വിശുദ്ധ ബൈബിളിലെ ഈ വരികളെ അനുസ്മരിപ്പിക്കും വിധം ഫലവൃക്ഷങ്ങളുടെ ഒരു തോട്ടമുണ്ട് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ. കിനാത്തി വീട്ടിൽ ലക്ഷ്മണന്റെ ഈ തോട്ടത്തിൽ ആടും പശുവും അലങ്കാര പക്ഷികളും കോഴികളും അദ്ദേഹവുമായി സ്നേഹം പങ്കിടുന്നു. എനിക്കിപ്പോൾ 54 വയസ്സായി. പിന്നെ എൻ്റെ സ്വന്തം സ്ഥലം തലശ്ശേരിയാണ്. ജനിച്ചതും വളർന്നതും പഠിച്ചതും തലശ്ശേരി പഠിച്ചു. പിന്നെ ഹയർ സ്റ്റഡീസ് മദ്രാസ് പോയി പഠിച്ചു. അങ്ങനെ ഞാൻ അഗ്രികൾച്ചറൽ കോളേജിൽ നിന്ന് പഠിച്ചു വന്ന് പിന്നെ എനിക്ക് തോന്നി കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ കാരണം. പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ ലൈഫ് സ്റ്റോക്ക് കോഴ്സ് കഴിച്ചു. പിന്നെ പൗൾട്രി ട്രെയിനിങ് കഴിച്ചു. പൗൾട്രി ട്രെയിനിങ് 6 മാസത്തെ പ്രാക്ടിക്കൽ ക്ലാസ് ആയിരുന്നു. അതായത് 4 സ്റ്റേറ്റിൽ, ആന്ധ്ര, കർണാടകം, കേരളം, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ MN ഗോവിന്ദൻ നായർ മന്ത്രി ആയ കാലത്ത് ആണ് ഇത് ചെയ്യുന്നത്, കഴിക്കുന്നത്. അതായത് വിദേശത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ പീസ് കോർ വളണ്ടിയേഴ്സ് വന്നിട്ട് നമുക്ക് ഇവിടെ കേരളത്തിൽ മുഴുവൻ ഈ പൗൾട്രി ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു. അതിൻ്റെ അകത്ത് ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ 6 മാസത്തെ കോഴ്സ് പ്രാക്ടിക്കലാണ്. 6 മാസം 4 സ്റ്റേറ്റിൽ വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ കൂത്തുപറമ്പിൽ വന്ന് നമ്മളെ സ്ഥലത്ത് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്ത് കൃഷി തുടങ്ങി. കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള കൃഷിയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഇത് മോഡേണൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലം 4 മാസത്തോളമായി ഈ മോഡേണൈസ് ചെയ്തിട്ട് കൃഷി തുടങ്ങിയിട്ട്. പണ്ടേ ഞാൻ കൃഷി തന്നെയാണ്. പിന്നെ പൗൾട്രി ഉണ്ട്, പിന്നെ കാറ്റിൽ ഫാമുണ്ട്, ചെറിയ തോതിൽ കാറ്റിൽ ഫാമുണ്ട്, ഗോട്ട് ഫാമുണ്ട്, എല്ലാം ഉണ്ട്. 2 കൊല്ലം മുന്നേ വരെ നമ്മൾ പരമ്പരാഗത കൃഷിയാണ് ചെയ്തത്, വെറും ജൈവവളത്തിൻ്റെ ഏർപ്പാട്. അത് എനിക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മളൊന്നും പുറത്തുനിന്ന് വാങ്ങാതെ ഇത് ഇവിടെ തന്നെ എല്ലാം ഉണ്ടാക്കി, മുളക് തുടങ്ങി മഞ്ഞൾ തുടങ്ങി എല്ലാ സാധനങ്ങളും, പയർവർഗ്ഗങ്ങൾ, അതായത് ചെറുപയർ, മമ്പയർ, മുതിര, ഇതെല്ലാം നമ്മൾ കാലാകാലത്തിൽ കൃഷി ചെയ്ത് നമ്മളെ വീട്ടിലെ പ്രധാനം എനിക്കെന്ന് വെച്ചാൽ ഇത് വിൽപ്പനേൻ്റെ താല്പര്യമല്ല, നമ്മളെ കച്ചവട മനസ്ഥിതിയല്ല. നമ്മളെ വീട്ടിൽ സുഭിക്ഷമായിരിക്കണം. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും വീട്ടിലൊരു ഇതുണ്ടാവില്ല, അത് ദാരിദ്ര്യം ഉണ്ടാവില്ല. ആ തരത്തിലാണ് കൃഷി ചെയ്ത് എല്ലാ സാധനവും, ഒരുവിധ സാധനങ്ങളെല്ലാം നമ്മൾ കൃഷി ചെയ്യും. പിന്നെ അത്യാവശ്യം എക്സസൈസ് വരുന്നത് നമ്മൾ വിൽപ്പനയും നടത്തും. ഇങ്ങനെയാണ് കഴിഞ്ഞ കാലം. ഇപ്പോൾ ഈ 1.5 കൊല്ലത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മോഡേണൈസിങ്, അതായത് ഈ ഒരു 5.5 ഏക്കർ സ്ഥലത്ത് കുറേ പലതരം ഫ്രൂട്ട്സും വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ കൃഷിയാണ് ചെയ്യുന്നത്. പിന്നെ പോരാഞ്ഞിട്ട് ഈ ഗ്രീൻ ഹൗസ്, അതൊന്ന് ഒരു 12.5 സെൻറ്റിൻ്റെ അകത്ത് ഗ്രീൻ ഹൗസ് വെച്ചിട്ടുണ്ട്. അതിലും കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മഴയുടെ വലിയൊരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ശരിയായ കൃഷി ഇപ്പോൾ ഇല്ല. കൃഷി മാത്രം ഇപ്പം ഫെയിലിയറായിട്ടാണ് കാണുന്നത്. ഇപ്പം മഴ കഴിയുമ്പോൾ നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശമുണ്ട്, അതെല്ലാം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സമയങ്ങളിൽ ഇതൊരു വല്ലാത്തൊരു കാലാവസ്ഥയായതുകൊണ്ട് നമുക്കെല്ലാം വളരെ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്.
മാർക്കറ്റിങ്ങിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുതിയ തുടങ്ങിയിട്ട് ഞാൻ പുറത്ത് കൊടുക്കുന്ന ഏർപ്പാടില്ല. ഇവിടെ 10-35 ലിറ്റർ പാല് അല്ലെങ്കിൽ ഒരു 5-8 ലിറ്റർ ആട്ടുംപാൽ ഇതെല്ലാം ഇവിടുന്ന് കൊടുക്കുന്നതുകൊണ്ട് ആൾക്കാർ വന്ന് വാങ്ങുന്നതുകൊണ്ട് അവർക്ക് മാത്രം നമ്മൾ സപ്ലൈ ചെയ്യുക. എനിക്കൊന്നും മിച്ചമായിട്ടൊന്നും വന്നിട്ടില്ല, ഇഷ്ടംപോലെ കൊടുക്കാൻ കഴിഞ്ഞ്. അങ്ങനെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളെ സാധനങ്ങളെല്ലാം കൈമാറി. അല്ലാണ്ട് പുറത്ത് ടൗണിൽ കൊടുക്കുന്നത് അപൂർവമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം വീട്ടിൽ വെച്ചിട്ട് എല്ലാ ഇതും കൊടുത്തു. അതുകൊണ്ട് നമുക്ക് നല്ല വിലയും കിട്ടി. ആളുകൾക്ക് വലിയൊരു താല്പര്യം, എന്തുകൊണ്ട് ഇത് ഫ്രഷായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അവരെ മുമ്പും തന്നെ ഇത് എല്ലാം പറിക്കുകയും കൊടുക്കുകയും ചെയ്യുക. നല്ല വിലയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഇന്നത്തെ സ്ഥിതി നിലപാടിൽ വന്നത്. അവർ തന്നെ ചില സമയം ആൾക്കാർ വന്നാൽ ചില സമയം ഈ കൂട്ടായ്മയിൽ നമ്മളെ പണിക്കാരോട് കൂടെ തന്നെ അവരും പോയി അവർക്ക് ഇഷ്ടത്തിലുള്ള സാധനം പറിക്കും. നമ്മൾ തൂക്കിയിട്ട് നമുക്ക് കാശ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ കടം ആയിട്ടുള്ളൊരു കച്ചവടം ഉണ്ടായിട്ടില്ല, എല്ലാം ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ പാല് കൊണ്ടുവന്ന് തന്നെ ഈ വേറെ ഒരു സ്ഥലത്തും നടക്കാത്ത രീതിയാണ്. ഇവിടെ ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തെല്ലാം ഇവിടെ പാലിന് വരുന്നത് വെച്ചാൽ 1 ലിറ്റർ പാലിന് എന്തായാലും ഒരു 2 ലിറ്റർ പെട്രോളും ചിലവാക്കിയിട്ട് ആൾക്കാർ വരുന്നത്. പാലിന് വന്ന് മൊയ്തു പാലിന് വന്ന ഇതാ പാലിന് ഇങ്ങനെ ദിവസം രാവിലെയും വൈകുന്നേരം ആൾക്കാർ ഇങ്ങനെ വരും. അവർ കൊണ്ടുപോകും. പിന്നെ പാല്, മുട്ട, എല്ലാ സാധനവും നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയിട്ടുള്ള കച്ചവടമില്ല. എല്ലാം ഇവിടുന്ന് തന്നെ ഉൽപ്പാദിച്ചതെല്ലാം മിക്കവാറും എനിക്ക് ഇവിടുന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയൊരു ആശ്വാസമാണ്. നമ്മളായി കെട്ടിപ്പിടിച്ച് പോകേണ്ടയില്ല. അതെല്ലാം ഇപ്പം പാലിന് വന്ന് വെച്ചൂർ പശു 2 ഉണ്ട്. അപ്പോൾ കൃഷി കൂടാതെ നമ്മുടെ അടുത്തിപ്പോൾ നിലവിലുള്ളത് എന്ന് വെച്ചാൽ 2 വെച്ചൂർ പശുവുണ്ട്. അതിൻ്റെ പാല് ആവശ്യക്കാർ 60 റുപ്യയായിട്ട് കൊണ്ടുപോകും. ഒരു കുപ്പിക്ക് 60 റുപ്യ, അല്ലാണ്ട് ലിറ്ററിനല്ല. പിന്നെ ആട്ടിൻ്റെ പാലും അതേമാതിരി ഒരു കുപ്പിക്ക് 60 റുപ്യയായിട്ട് ഇവിടുന്ന് ആൾക്കാർ കൊണ്ടുപോകും. എനിക്ക് പാലില്ലാത്ത കുഴപ്പമേ ഉള്ളൂ, പാൽ അത്രയും ഡിമാൻഡാണ്. പിന്നെ നെയ്ക്ക് ഞാനിപ്പം എടുക്കുന്നത് 750 റുപ്യ ലിറ്ററിന് എടുക്കുന്നത്, അത് മുഴുവൻ ചില. പിന്നെ മുട്ട 6 റുപ്യ, കോഴിയുടെ മുട്ട 6 റുപ്യ, ഗിനിയുടെ മുട്ട 8 റുപ്യ, ഇതിൻ്റെ ടർക്കിയുടെ മുട്ട 10 റുപ്യ. ഈ നിലയിൽ അത് പോകുന്നുണ്ട്. പിന്നെ വേറെ മറ്റ് കൊലകളെല്ലാം വിൽക്കുന്നത് നമ്മളിപ്പോൾ വാഴക്കൊലയൊന്നും പുറത്ത് കൊണ്ടുപോവുകയില്ല. ഇവിടെ പുറത്ത് കൊത്തി വെച്ചാൽ ആൾക്കാർ വന്നിട്ട് അതങ്ങ് വാങ്ങിക്കൊണ്ടുപോകും. ഇപ്പോഴത്തെ നിലവാരത്തിൽ കൊലക്ക് എങ്ങനെയാ വെച്ചാൽ നേന്ത്രക്കൊലക്ക് 60 റുപ്യ കിട്ടുന്നുണ്ട് കിലോ. പിന്നെ പടുകൊല അതാത് സമയത്ത് അതിൻ്റെ സൗകര്യം പോലെ കൊടുക്കും. എനിക്ക് ഭാര്യ എല്ലാം ഡൈവേഴ്സ്ഡാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും, ആകാശത്തിലെ സകല പക്ഷികളെയും, ജലത്തിലെ സകല ജീവികളെയും മണ്ണിൽ നിന്നും രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. ഞങ്ങൾ 6 പേരായിരുന്നു ഉണ്ടായത്. മൂത്ത 2 ആൾ, ഒരാൾ മെർച്ചൻ്റ് ഷിപ്പിൽ ഫോറിൻ ഷിപ്പിൽ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് എറണാകുളത്തുണ്ട്. രണ്ടാമത്തെ ആൾ കസ്റ്റം കളക്ടറായിട്ട് റിട്ടയർ ചെയ്തിട്ട് അയാളിപ്പോൾ നോമോർണാവും. ഞാനാണ് തേർഡ് വൺ. പിന്നെ ഫോർത്ത് എൻ്റെ ഒരു ബ്രദർ മരണപ്പെട്ടു പിന്നെ നേരത്തെ. 2 സിസ്റ്റേഴ്സാണല്ലോ. ഒന്ന് ഊട്ടിയിൽ സെറ്റിൽഡാണ്. അവർ റിസോർട്ടും മറ്റെല്ലാം മസിനഗുഡി റിസോർട്ടെല്ലാം നടത്തി ഉള്ള പല ബിസിനസ്സുകാരാണ്. സെക്കൻഡ് സിസ്റ്റർ, അവളെ ഈ ഊട്ടിയിലെ സിസ്റ്റർ ഭർത്താവ് ഇപ്പോൾ 2 മാസം മുന്നേ മരിച്ച്. അയാൾ സെൻട്രൽ എക്സൈസിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ സിസ്റ്റർ ട്രിച്ചൂറാണ്. ഭർത്താവ് ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്നു. ഇപ്പോൾ അവരെ 3 മക്കൾ എല്ലാം വെൽ ഓഫ്, എല്ലാം നല്ല ഹൈലി വെൽ പ്ലേസ്ഡാണ്. പിന്നെ മറ്റേ സിസ്റ്ററെ മക്കളാണ് 2 ബ്രദേഴ്സാണ്. അതിൻ്റെ അകത്ത് ഒരുത്തൻ ഈ എവറോൺ എന്ന് പറയുന്നൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം
നടത്തുന്ന അതിൻ്റെ MD ആണ്. രണ്ടാമത്തവൻ ഇവിടെ ഹൈദരാബാദിൽ ഇതാണ് റിസോർട്ടാണ്. പിന്നെ ഇത് ഈ മറ്റേ ഇളയ പെങ്ങളെ ഇളയ പെങ്ങൾക്ക് 3 പെൺമക്കളാണ്. അവർ 3 ഒരുത്തൻ IAS കാരനാണ്, അവളെ ഭർത്താവ്. പിന്നെ രണ്ടാമത്തെ ആൾ ഒരു ഡോക്ടറാണ്, മൂന്നാമത്തത് ഒരു ഡോക്ടർ തന്നെ. ഇതെല്ലാം നമ്മുടെ ഫാമിലി. ശ്രമമൊന്നും അങ്ങനെയുള്ളൊരു ഏർപ്പാടൊന്നുമില്ല. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചെയ്യും. പിന്നെ ഇതന്നെ ഇതൊരു ഹാപ്പിനെസ്, അതായത് ഈ മനസ്സിന് സന്തോഷം. നമ്മളിപ്പോൾ ഒന്നും ഇപ്പോൾ നിങ്ങൾ വന്ന് അല്ലെങ്കിൽ വേറൊരാൾ വന്ന് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും വാങ്ങാനോ നമുക്ക് അങ്ങനെയുള്ള ഒരു സഫിഷ്യൻ്റാണ് നമ്മൾ ഈ ജീവിതത്തിൽ. അതല്ലേ വലിയൊരു കാര്യം. നിരാലംബന് ആശ്രയമാകുക, ദരിദ്രന്റെ മേൽ കരുണ ഉണ്ടായിരിക്കുക, ഇതാണ് യേശുദേവന്റെ സന്ദേശമെങ്കിൽ അത് അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുന്ന ലക്ഷ്മണൻ ഈ സമൂഹത്തിന് ഒരു മാതൃകയാണ്. സ്വന്തമായി മക്കളൊന്നുമില്ലെങ്കിലും 23 മക്കളുടെ പിതാവാണ് താനെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 23 നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി, നല്ല തൊഴിൽ നേടിക്കൊടുത്ത് അവരുടെ വിവാഹങ്ങളും നടത്തി. അങ്ങനെ 23 കുടുംബങ്ങളുടെ സ്നേഹവും സംരക്ഷണവും അനുഭവിക്കുന്നതിന്റെ സംതൃപ്തിയിലാണ് ഇദ്ദേഹം. നമ്മൾ പഠിപ്പിച്ച കുട്ടികളെല്ലാം വരും. ഇപ്പോൾ ഈ പഠിപ്പിച്ച കുട്ടികളെ കഥ പറയാൻ വെച്ചാൽ വിചിത്ര. 19 ആൺപിള്ളേർ 4 പെൺകുട്ടികളെ ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചു വിട്ടു. അല്ലെങ്കിൽ കോളേജ് സ്റ്റഡീസാണ്. പിന്നെ അത് ഇവിടെ ഒരു കോളേജ് വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വന്നത്. പക്ഷേ അവരെ രക്ഷിതാവിനെ നോക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് തന്നെ ഇപ്പോഴും ശ്രദ്ധിക്കും. എന്ത് വേണം, എനിക്ക് എവിടെ പോകണോ എല്ലാവരും ചെയ്യും. പിന്നെ ഇവരെ അധിക പെൺകുട്ടികളെ 3 കല്യാണം കഴിഞ്ഞു. പിന്നെ അതുകൊണ്ട് സന്തോഷമാണ്. എന്താ വെച്ചാൽ ഇവരെ ഈ ആൺപിള്ളേരെ ജാതി നോക്കാതെ നമ്മളിപ്പോൾ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ എൻ്റെ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, നമ്പ്യാറുണ്ട്, ഹിന്ദു ഉണ്ട്, എല്ലാ വിഭാഗത്തിലെ കുട്ടികളും. ഞാൻ ജാതി നോക്കിയിട്ടുള്ള ഏർപ്പാടൊന്നുമില്ല. പക്ഷേ എല്ലാം നല്ല ഹൈലിയാണ്. എല്ലാവരും നല്ല വെൽ സെറ്റിൽഡാണ്. അവരെ മക്കളെ കല്യാണത്തിൽ ഞാനിപ്പോൾ കൂടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്കൊന്നുമില്ല, പീസ് ഓഫ് മൈൻഡ്. പൊതുവേ പറയുകയാണ്, പെട്ടെന്ന് എനിക്കെന്തൊരു ആവശ്യമുണ്ട്, എനിക്ക് യാതൊരു വിഷമവും ദൈവം തന്നിട്ടില്ല. സഡനായിട്ട് എല്ലാം എത്തും. പൈസേൻ്റെ കാര്യത്തിലും എല്ലാം എനിക്ക് ജീവിതത്തിൽ. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കളിച്ചിട്ടുമില്ല. നമ്മൾ ഒരു നിലവാരത്തിൽ തന്നെ മാത്രം പോയി. അതുകൊണ്ട് സന്തോഷം. പിന്നെ ഇവരെല്ലാം ഫാമിലി അടക്കം വരിക. അപ്പോൾ 8 ആൾ ഗൾഫിലുണ്ട്. അപ്പോൾ അവർ ഈ സ്കൂൾ ഹോളിഡേയ്സിന് വരുമ്പോൾ മക്കളും എല്ലാം കൂടി ഇടുന്നൊരു കളിയാണ്. അത് 2-3 ദിവസം വന്ന് നിന്ന് അങ്ങനെ മാറിപ്പോവും. അപ്പോൾ അതന്നെ വലിയ സന്തോഷം. പിന്നെ എവിടെ പോകണമെങ്കിലും എന്നെ ഒരു ഇന്ന് വരെ നമ്മൾ പിന്നെ എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യില്ല. ഒരു വണ്ടി വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വത്ത് വാങ്ങണമെങ്കിൽ എന്നോടൊന്ന് ചോദിക്കും. ഞാൻ എല്ലാത്തിനും യെസ് പറയും. അത്ര തന്നെ. സ്വന്തം മക്കളെ ഉള്ള ആൾക്കാർക്ക് ഇത്ര സുഖം കിട്ടില്ല. എല്ലാം നമ്മൾ കടിച്ചു കയറിയെല്ലാം പറയും. പക്ഷേ നമ്മൾ അവസാനം ഒന്നായിരിക്കും. ആരും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അങ്ങനെയാണ് സ്ഥിതി. പിന്നെ അവരെ സ്വത്തുകൾ, ഒരുപാട് സ്വത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം ഞാൻ തന്നെ നോക്കണം. ഞാൻ തന്നെ പോയി പണിയെടുപ്പിക്കുക, അതിനകത്തുള്ള അനുഭവം എടുക്കുക. അതൊന്നും ഇന്ന് വരെ ഒരു ചോദ്യം എന്താ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെ എത്രയാ തേങ്ങ നിങ്ങൾ എടുക്കുന്നത്, എന്താ ഇന്ന് വരെ ചോദിച്ചിട്ടുമില്ല. പിന്നെ നമ്മൾ തന്നെ എടുപ്പിക്കും. പോരാത്ത പൈസക്ക് വിളിച്ച് പറഞ്ഞാൽ പിറ്റേന്ന് എടുത്തു. ഇതാണ് നമ്മളെ സ്ഥിതി. കർത്താവ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു.
പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊതുവിപണിയിൽ പച്ചക്കറികളുടെ വില നിയന്ത്രിക്കും. തിരഞ്ഞെടുത്ത പഞ്ചായത്തുകളിൽ കാർഷിക കർമ്മസേന രൂപീകരിക്കും. വാർത്തകൾ വിശദമായി. ക്രിസ്മസ്, പുതുവത്സര, മണ്ഡലകാല ഉത്സവങ്ങൾ പ്രമാണിച്ച് പൊതുവിപണിയിൽ പച്ചക്കറികളുടെ വില നിയന്ത്രിക്കുന്നതിനും മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് പഴം പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിനും കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വിപണിയിൽ ഇടപെടുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി. പ്രധാന പച്ചക്കറി ഇനങ്ങൾക്ക് ജനുവരി 20 മുതൽ 30% കുറച്ച് സസ്യ സൂപ്പർ മാർക്കറ്റുകൾ, ഹരിത സ്റ്റാളുകൾ, മൊബൈൽ യൂണിറ്റുകൾ എന്നിവയിലൂടെ വിപണനം നടത്തും. പൊതുജനങ്ങൾ ഈ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി KP മോഹനൻ അറിയിച്ചു. ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കാർഷിക മേള ഡിസംബർ 26 മുതൽ 2014 ജനുവരി 4 വരെ തൊടുപുഴ ന്യൂമാൻസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജൈവ കർഷകന് 2 ലക്ഷം രൂപയും കർഷക തിലക് അവാർഡും നൽകി ആദരിക്കും. എക്സിബിഷനുകൾ, സെമിനാറുകൾ, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. കൃഷിവകുപ്പ് നടപ്പാക്കുന്ന വീട്ടുവളപ്പിൽ പച്ചക്കറിത്തോട്ടം പദ്ധതിയിൽ ഏറ്റവും നന്നായി കൃഷി ചെയ്ത 5000 കുട്ടികൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സമ്മാനം നൽകുന്നു. ഇതിനായി കൃഷിത്തോട്ടത്തിൽ കാർഷികോൽപ്പന്നങ്ങളുമായി നിൽക്കുന്ന ചിത്രം ഇമെയിലായി അയക്കേണ്ടതാണ്. മൊബൈൽ ഫോണിലോ ഡിജിറ്റൽ ക്യാമറയിലോ പകർത്തിയ വ്യക്തമായ ചിത്രമാണ് അയക്കേണ്ടത്. താൽപ്പര്യമുള്ളവർ വിദ്യാർത്ഥിയുടെ പേര്, ക്ലാസ്, വിലാസം എന്നിവ സഹിതം ഫോട്ടോ മെയിൽ ചെയ്യേണ്ടതാണ്. ഇതിനായി മെയിൽ ചെയ്യേണ്ട ID www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 231 7314. കാർഷിക മേഖലയിൽ തൊഴിലാളികളുടെ ദൗർലഭ്യം പരിഹരിക്കുന്നതിനും വിദഗ്ധ തൊഴിലാളികളുടെ സേവനം ഉറപ്പാക്കുന്നതിനും തിരഞ്ഞെടുത്ത പഞ്ചായത്തുകളിൽ കാർഷിക കർമ്മസേന രൂപീകരിക്കും. പഞ്ചായത്ത്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. 1 കോടി രൂപയാണ് പദ്ധതി വിഹിതം. തൊഴിൽ സേനകൾക്ക് ആവശ്യമായ സാമഗ്രികൾ ലഭ്യമാക്കാൻ 20 കോടി രൂപയുടെ RKVY പദ്ധതിക്കും രൂപം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം വിതുര ജഴ്സി ഫാമിൽ നിന്നും മികച്ച ഇനം പശുക്കുട്ടികൾ, കാളക്കുട്ടികൾ, പോത്തുകുട്ടികൾ എന്നിവ വിതരണത്തിന് തയ്യാറായി. ഗവൺമെന്റ് ഫാമിൽ പ്രത്യേക പ്രജനനത്തിലൂടെ വികസിപ്പിച്ചെടുത്ത നല്ല ഇനം കിടാങ്ങൾക്ക് പ്രായമനുസരിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന നിരക്കിലാണ് വിതരണം ചെയ്യുക. ആവശ്യമുള്ള കർഷകർ പ്രാദേശിക മൃഗാശുപത്രികളിലെ വെറ്റിനറി സർജൻമാരുടെ ശുപാർശയോടുകൂടിയ അപേക്ഷകൾ വിതുര ജഴ്സി ഫാമിലെ ഡെപ്യൂട്ടി ഡയറക്ടർ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി ഡിസംബർ 30. കർഷകർക്കുള്ള നിർദ്ദേശങ്ങൾ. മാവ് പൂക്കുന്ന സമയമാണിത്. ഇതോടൊപ്പം കായീച്ചകളുടെ ഉപദ്രവവും രൂക്ഷമാകും. പലപ്പോഴും മാങ്ങ വിളഞ്ഞു പഴുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഉൾഭാഗം കേടായത് മനസ്സിലാകുന്നത്.
എന്നാൽ മാവ് പൂത്തു തുടങ്ങി കായ് പിടിക്കുന്നതുവരെ 15 സെന്റിന് 1 കെണി എന്ന തോതിൽ ഫിറോമോൺ കെണി സ്ഥാപിച്ച് കായീച്ചയുടെ ഉപദ്രവം നിയന്ത്രിക്കാം. മാവിന് ഉപയോഗിക്കുന്ന ഇത്തരം കെണികൾക്ക് മാറ്റ് കെണി എന്നാണ് പേര്. പച്ചക്കറികളിൽ കായീച്ചയുടെ ഉപദ്രവം തടയാൻ ക്യൂലൂർ കെണികളും ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള കെണികൾ കൊല്ലം ജില്ലയിലെ അഞ്ചൽ കൃഷി ഫാമിൽ ലഭ്യമാകും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0475 22700447. മറ്റൊരു നമ്പർ 9447410133. കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 16,000 രൂപ, റബ്ബർ RSS 5 ക്വിൻ്റലിന് 15,000 രൂപ, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 10,100 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 49,900 രൂപ, നാളികേരം തൊണ്ടോടു കൂടിയത് 1000-ന് 13,000 രൂപ, നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 13,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 51,900 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 49,900 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 49,700 രൂപ, വയനാടൻ കുരുമുളക് ക്വിൻ്റലിന് 50,200 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 7,300 രൂപ, തളിപ്പറമ്പ് 6,500 രൂപ, കാസർഗോഡ് 7,000 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂർ 11,133 രൂപ, കോട്ടയം 10,700 രൂപ, ആലപ്പുഴ 9,900 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.6, 21.8. കൊച്ചി 33.2, 20.8. ആലപ്പുഴ 32.1, 21.4. പുനലൂർ 32.2, 20.9. തിരുവനന്തപുരം 33.4, 22 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.